വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും മുടിയനെക്കുറിച്ച് നീല് ലേറ്റസ്റ്റ് ആയിട്ടൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഉപ്പുമുളകിൽ ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആ ഒരു റീ എൻട്രിക്ക് തന്നെയാണ്, മുടിയൻ തിരിച്ചു വരണം എന്ന് തന്നെയാണ്. കാരണം എല്ലാം ഇപ്പോൾ സീസൺ 1 പോലെ അടിപൊളിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. മുടിയനും കൂടി വന്നു കഴിഞ്ഞാൽ ഉപ്പുമുളകും സീസൺ 1 പോലെ തന്നെ എല്ലാം അടിപൊളിയാകും, എല്ലാം പൂർത്തിയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിരിക്കുന്ന സാഹചര്യത്തിൽ ബാലുവൊക്കെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുടിയൻ വരാൻ ചാൻസ് ഉണ്ട്, ഒരു കൊല്ലം കഴിഞ്ഞാൽ എഗ്രിമെൻറ്റ് പീരീഡ് കഴിഞ്ഞാൽ മുടിയൻ വരും എന്ന രീതിക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ ഒരു ഇൻ്റർവ്യൂ കൂടി പുറത്തിറങ്ങിയിരിക്കുന്നത്, നീലു മുടിയനെക്കുറിച്ച് പറയുന്നത് പോലെ. ആ ഒരു ഇൻ്റർവ്യൂ ഫുള്ളായിട്ട് കണ്ടിരിക്കും മനസ്സിലായി കാണും. അതിലുടനീളം തന്നെ ഇപ്പോൾ ഷോയിൽ പറയുന്ന പോലെ 4 മക്കൾ എന്ന രീതിക്കല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നത്, 5 മക്കൾ ആണ്, അവർ 5 പേരാണ് എന്ന രീതിക്ക് തന്നെയാണ് ഇൻ്റർവ്യൂ ഉടനീളം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഋഷിയെക്കുറിച്ച്, അതായത് മുടിയനെക്കുറിച്ച് ഇൻ്റർവ്യൂവിൽ മൊത്തമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുടിയനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരുന്നു, ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇന്നസെൻ്റ് ആരാണ് എന്ന രീതിക്ക് അതിൽ ഒരു സംശയമില്ലാതെ തന്നെ നീല് പറഞ്ഞത് മുടിയൻ തന്നെയാണ് ഏറ്റവും ഇന്നസെൻ്റ് ആണ്, ബിഗ് ബോസിലുള്ളത് പോലെ തന്നെയാണ്. അത് ആക്ട് ചെയ്തൊന്നല്ല ബിഗ് ബോസിലുള്ളത്, അത് ശരിക്കുള്ള മുടിയൻ തന്നെയാണ് ബിഗ് ബോസിലും ഉണ്ടായിരുന്നത് എന്ന രീതിക്ക് തന്നെയാണ് നീല് പറഞ്ഞത്. അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യനിൽ ഈ ഒരു 5 മക്കളെ ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാണെന്ന് ചോദിക്കുമ്പോഴും ഒരേ ആൻസർ തന്നെയായിരുന്നു നീലുവിനുണ്ടായിരുന്നത്, മുടിയനോട് തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹം എന്ന രീതിക്ക്. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ മുഴുവനായിട്ടും മുടിയനെക്കുറിച്ച്, അതായത് മുടിയൻ എന്തുകൊണ്ടാണ് വരാത്തതെന്നോ എപ്പോഴാണ് വരിക എന്നൊന്നും പറഞ്ഞില്ലെങ്കിലും മുടിയനായിട്ടുള്ള സ്നേഹവും ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നീലു ആ ഒരു ഇൻ്റർവ്യൂവിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ലച്ചു ഇടയ്ക്ക് മാറി നിന്നപ്പോൾ അതിൽ വിഷമം ഉണ്ടായിരുന്നു ചോദിച്ചപ്പോൾ ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടായിരുന്നു, ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു, അവിടെ കാണുമ്പോഴൊക്കെ ഉള്ള പോലെയൊക്കെ ഫീൽ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ചു വന്നപ്പോൾ അതേപോലെ സന്തോഷമായി എന്ന രീതിക്കും ലച്ചുവിനെ കുറിച്ചും നീലു ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് തമ്മിലുള്ള ആ ബോണ്ടിങ് എന്ന് പറയുന്നത് ഈ ഒരു ഷോനെയും താണ്ടിയുള്ള ഇത് തന്നെയാണെന്നുള്ളത് ഈ വരെ ഇൻ്റർവ്യൂവിലും ഒരു പുറത്തും മീഡിയാസിനെ കാണുമ്പോഴൊക്കെ അതിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഇനിയിപ്പോൾ മുടിയൻ്റെ ഒരു റീ എൻട്രിയുടെ കാര്യത്തിലും കൂടി ഒരു തീരുമാനം ആയിക്കഴിഞ്ഞാൽ, ഒഫീഷ്യലായിട്ട് അത് ചാനലിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വേറെ ലെവലാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ മുടിയൻ്റെ ഒരു റീ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഇപ്പോൾ മുളകും അപ്ഡേറ്റ് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.